ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. സൗണ്ട് ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ആരംഭിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നമുണ്ട് അല്ലേ? നമ്മളൊരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ജീവിതമാർഗം മാത്രമല്ല, നമ്മളുടെ ഒരു വലിയ ഡ്രീമിന്റെ പൂർത്തീകരണം കൂടിയാണ്. ഒരു ജോലി നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ്സുകാരനാകുക എന്ന് പറയുമ്പോൾ വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു മില്യണയർ മൈൻഡ് സെറ്റ് ഒക്കെ ആയിട്ടാണ് പല ആളുകളും, ഭൂരിഭാഗം ആളുകളും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ആകുമ്പോഴേക്ക് അവരുടെ എനർജിയൊക്കെ ലോസായി ഇതെങ്ങനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ബിസിനസ് ഉടമകൾ മാറുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ബിസിനസ് ഉടമ ഈ ബിസിനസിന്റെ ഉള്ളിൽ ലോക്കായി പോവുകയാണ്, അഥവാ ഒരു ട്രാപ്പിലൊക്കെ കുടുങ്ങിയ അവസ്ഥ. നമ്മളൊരു എലിയുടെ കെണിയിൽ കുടുങ്ങിയാൽ എന്താണ്, എലിപ്പെട്ടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ, എലിക്കണിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് പുറത്തിറങ്ങാൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിലൂടെ കിടന്ന് ഓടുകയാണ് ചെയ്യുക പിന്നീട്, അല്ലേ? ഈ ഒരു സിറ്റുവേഷനാണ് ഭൂരിഭാഗം റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്കുള്ളത്. അവർ ആ ബിസിനസ്സിന്റെ ഉള്ളിൽ അങ്ങ് പെട്ടുപോവുക. അവർക്ക് പിന്നെ ഫാമിലി ഇല്ല, അവരുടെ സുഹൃത്തുക്കളില്ല, അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റുകളില്ല, അവർക്കൊരു ഫ്രീഡം ലൈഫ് ഇല്ല. അവര് ടോട്ടലി ആ ബിസിനസ്സിന്റെ ഉള്ളിൽ അങ്ങ് ലോക്കായി പോകുന്ന അവസ്ഥയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ്സിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത്. അവരുടെ ലൈഫിനെ ഒന്ന് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നതോടുകൂടി പിന്നെ ബാക്കി എല്ലാം മാറ്റിവെച്ച് ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജോലി ചെയ്യുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ബിസിനസിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ചലഞ്ചസുകളെ നേരിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ ബിസിനസ് ഉടമയുടെ ലൈഫിലെ ഭൂരിഭാഗം സമയവും അദ്ദേഹം ചെലവഴിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ട രൂപത്തിൽ ഈ ബിസിനസിനുള്ളിൽ കുടുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഒരൊറ്റ ചോദ്യവും ഒരൊറ്റ ഉത്തരവും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ട്രാപ്പിൽ പെട്ട രൂപത്തിൽ കുടുങ്ങിപ്പോകുന്നത്. ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ഡ്രീം ഉണ്ട് അല്ലേ? നല്ല സന്തുഷ്ടരായ ഉപഭോക്താക്കൾ, അവരിൽ നിന്ന് ധാരാളമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അവർക്ക് നല്ല സർവീസ് കൊടുക്കുന്ന നമ്മുടെ ജീവനക്കാർ, എപ്പോഴും ബിസി ആയിട്ടുള്ള കിച്ചണ്, ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യതയിലേക്ക് വന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ വരുന്നു, കസ്റ്റമർക്ക് ആവശ്യപ്പെടുന്ന ഫുഡ് കൊടുക്കുന്നത് ഡിലേ ആവാനും കാരണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു.
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു. നമ്മുടെ ബിസിനസ്സിൽ വന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ പിന്നെ തിരിച്ചു വരാതെ പോകുന്നു. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നിലനിൽക്കുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ലാഭം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചെലവുകളും ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഒരുപാട് ചലഞ്ചസുകളെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്വപ്നം, നമ്മൾ കണ്ടിരുന്ന സ്വപ്നമല്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയാം പിന്നീട്. ഇതിന് കാരണം എന്താണ്? ഇതിന്റെ കാരണം ഈ ഒരു ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടല്ല ആ ബിസിനസ് മുമ്പോട്ട് പോയത് എന്നുള്ളതാണ്. ബിസിനസ്സിലെ സിസ്റ്റം ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വയം മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് അവിടെ നടക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആദ്യം നടത്താത്തത് കൊണ്ടാണ് ബിസിനസ്സിൽ നിങ്ങൾ ഒരു ട്രാപ്പിലേക്ക് അകപ്പെട്ടു പോയത്. നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്സ് ആവശ്യമായിട്ട് വരികയാണ് അവിടെ, അല്ലേ? നിങ്ങളൊന്ന് ഒരു ഉദാഹരണം എടുക്കുക. നിങ്ങളുടെ ഒരു വിഭവം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വിളമ്പി നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഒരു ജീവനക്കാരൻ കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ട് ഇത്ര ക്വാണ്ടിറ്റി കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഇത്ര ഈ ഒരു പ്ലേറ്റിലാണോ ഇത് വിളമ്പേണ്ടത്? ഇതിന് എന്തൊക്കെ നമ്മുടെ ഗാർണിഷിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്സ് ആവശ്യമായിട്ട് വരിക. ഇതേപോലെ ഓരോ സെക്ടറിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ ഓരോ സെക്ടറിലും നിങ്ങളുടെ ഇടപെടൽ ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങളെന്ന വ്യക്തിക്ക് എത്രത്തോളം ഈ ഒരു പ്രൊജക്റ്റിനെ, ഈ ഒരു ബിസിനസ്സിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കലും കഴിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, ഇല്ലേ? അപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ പല ആളുകളിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത ആളുകളിൽ അവരെന്ത് ചെയ്യണം? അവരുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു കിച്ചണിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഒരുപാട് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. മീൽസ് ഉണ്ടാക്കണം, അതേപോലെ ബിരിയാണി ഉണ്ടാക്കണം, അതേപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. ഈ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വമല്ല. ഒരു സെറ്റ് ഓഫ് ആളുകൾ കൂടുമ്പോഴാണ് ഒരു ഉൽപ്പന്നം പ്രൊഡക്ഷനായിട്ട് പുറത്തേക്ക് വരുന്നത്, കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പൊ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ ആളുകളുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരുടെ ഒരു കൂടിച്ചേരലാണ്, അവരുടെ ഒത്തൊരുമിച്ചുള്ള ഒരു ടീം വർക്കായിട്ടാണ് ഒരു ഉൽപ്പന്നം കസ്റ്റമറുടെ മുമ്പിൽ എത്തുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ കസ്റ്റമറുടെ മുമ്പിൽ എത്തിക്കണമെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവനക്കാർക്ക്. ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന മാർഗരേഖകളാണ് SOP അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് SOPs എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു SOP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തെ, അപ്പോൾ ഒരു കുക്കിംഗ് ആണെങ്കിൽ ആ ഒരു കുക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ അതിൽ ഇൻവോൾവ് ചെയ്യണം, എന്തൊക്കെ ജോലികളാണ് അവർ പൂർത്തീകരിക്കേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് പുറത്തിറങ്ങേണ്ടത്, അത് ആരുടെ മുമ്പിലാണ് എത്തേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് SOP കൃത്യമായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യും.
നിങ്ങൾക്ക് ടെൻഷനില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും നിങ്ങളുടെ റെസ്റ്റോറന്റ് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ടൂറ് പോകുമ്പോഴും നിങ്ങളുടെ റെസ്റ്റോറന്റ് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങളുടെ റെസ്റ്റോറന്റ് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറന്റ് ഈ പറയുന്ന സിറ്റുവേഷനുകളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് പറയൂ നിങ്ങൾ. എന്തൊക്കെ സംഭവിക്കാം? ഇല്ലേ? പല പ്രശ്നങ്ങളുണ്ടാവും. ഗ്യാസ് തീർന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ഇൻഗ്രീഡിയൻസ് കമ്മിയാവുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ഇല്ലേ? കസ്റ്റമർക്ക് ഫുഡ് ചോദിച്ചിട്ട് ഡിലേ ആവുന്ന പ്രശ്നങ്ങളുണ്ടാവാം. കസ്റ്റമർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ഹൈജീന്റെ പ്രശ്നങ്ങളുണ്ടാവാം. ഈവൻ നിങ്ങളുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറയുന്ന പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാം. ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടാണ്. SOP ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു SOP ഇംപ്ലിമെന്റ് ചെയ്ത റെസ്റ്റോറൻറ്റിനെ നമ്മൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ, ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആളുണ്ടാവും. നമ്മളെ സീറ്റിങ്ങിൽ കൊണ്ടുപോയി ഇരുത്താൻ ആളുണ്ടാവും. ഇരുത്തി കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ അവർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അടുത്ത ഫുഡ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടാവും. ഇല്ലേ? അവരുടെ ആ ഫുഡ് ഓർഡർ എടുക്കുന്ന സ്റ്റൈൽ ഓഫ് ഓർഡറിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെന്താണ് ചെയ്യുന്നത്? അവർ ആ റെസ്റ്റോറൻറ്റിലേക്ക് ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിലുള്ള ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആ കസ്റ്റമർക്ക് വിൽപ്പന നടത്താനുള്ള രീതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. അവർക്ക് അത്തരത്തിലുള്ള സ്റ്റാൻഡർഡൈസ് ചെയ്ത റെസ്റ്റോറൻറ്റുകളിൽ, സ്റ്റാൻഡർഡൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ്ലി പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതല്ല, അവിടെയുള്ള പ്രവർത്തനങ്ങളെ സിസ്റ്റമൈസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ അവർക്ക് ഒരു കസ്റ്റമർ അവരുടെ മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ, അവരുടെ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ളത് അവർ ഉറപ്പിച്ച് കഴിയും. അപ്പോൾ അവർ ഉറപ്പിച്ചിട്ടുണ്ടാവും. ഒരു ആവറേജ് സെയിൽ ആ കസ്റ്റമർക്ക് എത്ര രൂപയുടെ വിൽപ്പന നടത്തണം, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇത്ര നടത്തണം, ലഞ്ച് ആണെങ്കിൽ ഇത്ര നടത്തണം, ഡിന്നർ ആണെങ്കിൽ ഇത്ര നടത്തണം എന്നുള്ളത് അവർ പൂർണ്ണമായിട്ട് തീരുമാനിച്ചിട്ടാണ് ആ കസ്റ്റമറുടെ മുമ്പിലേക്ക് പോകുന്നത്. അതിനനുസരിച്ചാണ് അവിടുത്തെ സെല്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അവിടെ ഒരു സെയിൽസ് SOP ഉണ്ടാവും. ആ കസ്റ്റമറെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ കസ്റ്റമറോട് സ്ക്രിപ്റ്റ് ചെയ്ത് സംസാരിക്കേണ്ടത്, ആ കസ്റ്റമറെ ഏത് ഫുഡിലേക്കാണ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്, എത്ര രൂപയുടെ വിൽപ്പനയാണ് ആ കസ്റ്റമർക്ക് നടത്തേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു SOP അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ SOP ബേസ് ചെയ്തുകൊണ്ടാണ് ആ കസ്റ്റമറിലേക്ക് അവരെന്ത് ചെയ്യുന്നത്? ആ ഫുഡിന്റെ സെയിൽസ് നടത്തുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെനു കൊടുക്കും. സാർ എന്താണ് കഴിക്കുന്നത്? ഇതാണ് ചോദ്യം. സാർ എന്താണ് കഴിക്കുന്നത് എന്ന് ആ സാറിനോട് അങ്ങോട്ട് ചോദിക്കുകയല്ല വേണ്ടത്. അവരെ കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് കഴിപ്പിക്കുന്നതിലേക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ ബിസിനസ് പരാജയപ്പെടുന്നു, ബിസിനസ്സിൽ റവന്യൂ ഇല്ല, ബിസിനസ് നഷ്ടത്തിലാണ്, നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കറക്റ്റ് ആണെങ്കിലല്ലേ നമുക്ക് ബിസിനസ് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന സെയിൽസ് രീതികൾ കറക്റ്റ് ആണെങ്കിലല്ലേ നമുക്ക് റവന്യൂ വർദ്ധിക്കുള്ളൂ. നമ്മളുടെ പ്രൈസിങ് സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിലല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യാതെ നമുക്ക് ലാഭമില്ല, നമ്മൾ നഷ്ടത്തിലാണ്, മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ആളുകളുടെ കയ്യിൽ പണമില്ല തുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും ഓരോ എക്സ്ക്യൂസുകൾ കൊണ്ടുവരിക, അല്ലേ? അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം, ഈ പറയുന്ന ഓരോ പ്രോസസ്സുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SOPകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആ SOP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ SOPയിൽ ഏതൊക്കെ ജീവനക്കാരൻ അതിൽ ഇൻവോൾവ് ആണ് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് SOPയിൽ പറയും. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്നുള്ളത് ആ SOPയിൽ പറയും. അപ്പൊ ഈ ഫൈനൽ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആദ്യം സിസ്റ്റമാറ്റിക് ആവണം. സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ എന്നും നിങ്ങൾ ചലഞ്ചസുകൾ നേരിട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ബിസിനസ്സിലെ ട്രാപ്പിൽ പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ SOP നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്, ഒരു റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ മെച്ചങ്ങളാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന്, ബിസിനസ് ഓണർ ബിസിനസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ബിസിനസിന്റെ സ്കെയിലപ്പിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇവിടെ നടക്കുന്ന ഓരോ ടാസ്കിലും ബിസിനസ് ഉടമ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്തില്ല ഉണ്ടാവില്ല, നിങ്ങളുടെ ബിസിനസ്സിൽ ആവശ്യമായിട്ട് വരില്ല. നിങ്ങൾ കൃത്യമായിട്ട് SOP നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫ്രീ ആവും. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന ബെനിഫിറ്റ്? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കും. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യത കിട്ടും. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനും അതിനുള്ള സ്റ്റാർട്ടപ്പ് പ്രോസസ്സുകൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടും. നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SOP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കും അതേപോലെ തന്നെ സർവീസുകൾക്കും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെങ്ങനെയാണ് സംഭവിക്കുക? നമുക്കൊരു നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്കൊരു പോർഷനിങ് ചെയ്ത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഫുഡ് പോർഷൻ, ഉദാഹരണത്തിന് ഒരു ബിരിയാണി, അതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യതയോട് കൂടി നമ്മൾ എല്ലാ ദിവസവും ഒരേ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും, ഇല്ലേ? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ് അവിടെ നമ്മൾ. ഇന്നലെ വന്ന കസ്റ്റമർക്ക് കൊടുത്ത അതേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമുക്ക് ഇന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരും, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന സമയത്ത്. അതേസമയം നമ്മൾ ഇന്നലെ കൊടുത്ത ക്വാളിറ്റിയും ഇന്ന് കൊടുത്ത ക്വാളിറ്റിയും ഒക്കെ വ്യത്യസ്തമാണെങ്കിലോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് SOP നമ്മളെ സഹായിക്കും. ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഥവാ ഫുഡിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളുടെ നിർമ്മാണത്തിൽ അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത്, അല്ലേ? അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, കൃത്യമായിട്ടുള്ള അളവിലുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യം സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഫോളോ ചെയ്യാൻ SOPകൾ നിങ്ങളെ സഹായിക്കും. ഇതിനാണ് റെസിപ്പി സ്റ്റാൻഡർഡൈസേഷൻ SOP എന്ന് പറയുന്ന ഒരു SOP നമ്മൾ കിച്ചണിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു വിദഗ്ധനായിട്ടുള്ള ഒരു ഷെഫിന്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിഷസുകളും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡർഡൈസേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, റെസിപ്പി സ്റ്റാൻഡർഡൈസേഷൻ SOP നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ലാതെ ഏതൊരാൾക്കും കുറഞ്ഞ സമയം കൊണ്ട് ഏതൊരു റെസിപ്പിയും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ SOP ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ്? നിങ്ങളുടെ കസ്റ്റമർക്ക് ഒരേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ കഴിയും. നിങ്ങളുടെ ഷെഫ് ഒരു ദിവസം ലീവാ, അല്ലെ ഷെഫ് 10 ദിവസത്തേക്ക് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് അടുത്ത ആളെ കയറ്റി നിർത്തുന്നു, SOP എടുത്ത് കൈ കൊടുക്കുന്നു, അയാൾ ഇത് നോക്കുന്നു, ഇത് നോക്കി പ്രിപ്പയർ ചെയ്യുന്നു. ക്വാളിറ്റിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡിൽ അതേ ഷെഫ് പ്രിപ്പയർ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനും ഇത് പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പല ആളുകളും ചോദിക്കും, കൈക്കുരുത്തം ഇല്ലേ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ.
ഈ ഒരു മേഖലയിലെ ആളുകൾക്ക് നിലനിൽപ്പിനും മുന്നേറാനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. ഇന്നത്തെ സ്റ്റാൻഡർഡൈസ് ചെയ്ത റെസ്റ്റോറൻറ്റുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെയൊക്കെ പിന്നെ ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത് പുതിയ പുതിയ ജനറേഷൻ ആളുകളാണ്. അഥവാ പിന്നെ പുതിയ പഠിച്ച് പുറത്തിറങ്ങി ഹോട്ടൽ മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് വരുന്ന ബാച്ചിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അവിടുത്തെ ഫുഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ടാവും ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷനും അതിൻ്റെ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തും പോകുന്നത് ഈ പറയുന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു റെസിപ്പി SOP ഉണ്ടാവും. ആ SOP വെച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലോകം മുഴുവനുമുള്ള ഫ്രാഞ്ചൈസി മോഡൽ ഫുഡ് ബിസിനസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ അവർക്കൊക്കെ അവരുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാള് അമേരിക്കയിലുള്ള ആൾ തന്നെ ഇവിടെ വന്ന് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഒരേ ക്വാളിറ്റിയിൽ അവരെന്ത് ചെയ്യുന്നു? അമേരിക്കയിൽ കൊടുക്കുന്ന അതേ ഫുഡ് ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ ലോക്കൽ ഏരിയകളിൽ പോലും ആ ബ്രാൻഡ് സെല്ല് ചെയ്യുന്നു. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? റെസിപ്പി സ്റ്റാൻഡർഡൈസേഷൻ SOP. ഈ SOP ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ഫുഡ് ലോകം മുഴുവനും വിൽക്കുന്നത്, അല്ലേ? ഇന്ന് ഫ്രാഞ്ചൈസി മോഡലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? SOPകൾ ഉപയോഗിച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇന്നും കൈപുണ്യത്തിനെയും കൈപ്പൊരുത്തത്തിനെയും നോക്കിക്കൊണ്ട് കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നും പാപ്പരായി മാറിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത അത്രയും ഫിനാൻഷ്യൽ സ്ട്രെസ് എടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അല്ലേ? ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ SOPകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടും. നിങ്ങൾക്ക് വലിയ ഹൈ സാലറി ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഈ SOPകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ SOP അനുസരിച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ രണ്ടാമത് ട്രെയിനിങ് ഈസ് ഈസി എന്നുള്ളതാ. നിങ്ങളൊരു പുതിയ ആളെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണോ കൊണ്ടുവരുന്നത് ആ പൊസിഷനിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ SOPകൾ നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞു, ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് കുക്കിന്റെ സ്ഥാനത്തേക്ക് കയറ്റി നിർത്തി SOP എടുത്തു കൊടുക്കുന്നു. അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. ഇൻഗ്രീഡിയൻസ് എത്ര ക്വാണ്ടിറ്റി വേണം, ഏതൊക്കെ അളവിൽ ചേർക്കണം, ഏതൊക്കെ സമയത്ത് ചേർക്കണം, എത്ര ടൈം പ്രിപ്പയർ ചെയ്യണം, എത്ര പിന്നെ പോർഷനിങ്ങിലാണ് അത് വിളമ്പേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ SOPയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ആ SOP നോക്കി ചെയ്താൽ മതി, ഇല്ലേ? ഇങ്ങനെയാണ് SOPകൾ ഉണ്ടാവുക. അപ്പൊ SOP ഉപയോഗിച്ച് ആർക്കും അത് പ്രിപ്പയർ ചെയ്യാനും ആർക്കും അത് വിളമ്പി കസ്റ്റമറുടെ മുമ്പിൽ എത്തിക്കാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ ട്രെയിനിങ് പ്രോസസ്സുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ദെൻ ടൈമും എനർജിയും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാ. ഒരു ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ലൈഫില്ല, അദ്ദേഹത്തിന് സുഹൃത്തുക്കളില്ല, അദ്ദേഹത്തിന് ഫ്രീഡം ഇല്ല. അദ്ദേഹം പിന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനായിട്ട് മാറുക, അല്ലേ? അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, പേരിനൊരു ബിസിനസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താ? അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകള് 8 മണിക്കൂറും 10 മണിക്കൂറും ജോലി ചെയ്യുമ്പോൾ ഇദ്ദേഹം 14 മണിക്കൂറും 18 മണിക്കൂറും ജോലി ചെയ്യേണ്ട വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് മാസാവസാനം സംഭവിക്കുക? നിങ്ങളുടെ ജോലിക്കാരൻ നിങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തതിന്റെ ശമ്പളം വാങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ ഈ 18 മണിക്കൂർ ജോലി ചെയ്തതിനുള്ള ഒരു ശമ്പളം എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടാതെ വരുന്നു, ഇല്ലേ? ഇതല്ല സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ ഓരോ ജോലികളിലും നിങ്ങൾ ലോക്കായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ബിസിനസ്സിനെ മോണിറ്റർ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അവിടെയുള്ള ചലഞ്ചസുകൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവിടെയുള്ള ചലഞ്ചസുകൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാകുന്ന ലീക്കേജുകൾ
സോറി. നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലീക്കേജുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയാതെ പോകും. അവിടെ നിങ്ങളുടെ ഫിനാൻസ് ലോസിങ് സംഭവിക്കും, നിങ്ങളുടെ കസ്റ്റമർ ലോസിങ് സംഭവിക്കും, നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തായിരിക്കും അപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോസസ്സുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, നിങ്ങളുടെ വെണ്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, നിങ്ങളുടെ കിച്ചണിലുള്ള എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് പരിഹരിക്കുന്നതിലൊക്കെ നിങ്ങൾ കുടുങ്ങിക്കിടക്കായിരിക്കും. ഇങ്ങനെ നിങ്ങൾ കുടുങ്ങിപ്പോവാൻ പാടില്ല ഒരിക്കലും. ഇതൊക്കെ ഓരോ ആളുകളും, ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് SOPs എന്ന് പറയുന്നത്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവർ ചെയ്യണം. അവിടെ ഒരു മെയിൻ്റനൻസ് ആവശ്യമാണെങ്കിൽ ആ മെയിൻ്റനൻസ് ചെയ്യേണ്ട ആൾ ആരാണെന്നുള്ളത് കണ്ടെത്തി അവരെ കോണ്ടാക്ട് ചെയ്ത് അത് മെയിൻ്റനൻസിലേക്ക് എത്തിക്കണം. അത് അവിടെ നിങ്ങൾ ഓടി നടക്കേണ്ട ആവശ്യം ഉണ്ടാവരുത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ ബിസിനസ് ഓണറെ വിളിക്കും, ഇതാ മിക്സി കേട് വന്നു, മിക്സി നന്നാക്കണം. ബിസിനസ് ഓണർ വരണം അത് കൊണ്ടുപോയിട്ട് നന്നാക്കാൻ, അല്ലേ? ഇതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്. നമ്മളുടെ ഗ്രൈൻഡർ കംപ്ലൈന്റ് ആവുന്നു, ഗ്രൈൻഡർ നന്നാക്കണം, ബിസിനസ് ഓണർ വരണം. ഇതാണോ സിസ്റ്റം വേണ്ടത്? ആർക്കാണോ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുത്തത് അവരതിന്റെ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കണം. അപ്പൊ ടൈമും എനർജിയും സേവ് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ്സിനെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ എന്താവണം? നിങ്ങളുടെ ടൈമും എനർജിയും സേവ് ചെയ്യാൻ കഴിയണം നിങ്ങളുടെ ബിസിനസ്സിനുള്ളിൽ നിന്ന്. ആ ടൈമും എനർജിയും നിങ്ങൾ എന്തിനു വേണം? നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്കെയിലപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും SOPs ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. കസ്റ്റമർ നല്ല രൂപത്തിൽ വെൽക്കം ചെയ്യാൻ കഴിയും. അവരുടെ ടൈം ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്ലോ ഡെലിവറി എന്നുള്ളതിന് മാറിയിട്ട് ഫാസ്റ്റ് ഡെലിവറി, അവരുടെ ഫുഡുകൾ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം SOP ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമർക്ക് ടൈം പീരീഡിനുള്ളിൽ ഫുഡ് സെർവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ SOPകൾ സഹായിക്കും. ഇന്ന് പല റെസ്റ്റോറൻറ്റുകളുടെയും ഗൂഗിൾ റിവ്യൂ എടുത്തു നോക്കിയാൽ അവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവുക സ്ലോ സർവീസ് എന്നായിരിക്കും. ഈ സ്ലോ സർവീസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഓരോ ജോലിക്കാരനും അവർ ചെയ്യേണ്ട ജോലികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് അവർക്ക് കിട്ടുന്നില്ല. പല സമയങ്ങളിലും അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഡെലിവറി നടക്കും എന്നുള്ളതിനൊരു യാതൊരു ധാരണയും ഉണ്ടാവില്ല. പറയും 15 മിനിറ്റ് കൊണ്ട് കിട്ടും, പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞാലും 20 മിനിറ്റ് കഴിഞ്ഞാലും കിച്ചണിൽ നിന്ന് ഫുഡ് കയറില്ല, ഇല്ലേ? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കിച്ചണിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു SOP കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് ആ ഫുഡ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് KOT വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫുഡ് ഡെലിവറി ചെയ്യേണ്ടത്, ഇതിന് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് എന്താ, ഓരോരുത്തർക്ക് തോന്നുന്ന രൂപത്തിൽ ഓരോരുത്തർ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരവരുടെ ടൈം പീരീഡ് ആണ് അതിന് എടുക്കുക. നമ്മളൊരു 15 മിനിറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ അവിടെ പറയണം. അത് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവനക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഈ ടൈം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത്, നിങ്ങളുടെ പ്രോഫിറ്റിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ പ്രോഫിറ്റ് വർദ്ധിക്കുക? നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും SOP ഉപയോഗിക്കുമ്പോൾ. നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കുക എന്ന് പറയും. പോർഷനിങ് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി ധാരാളമായി വിളമ്പിപ്പോകുന്ന അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആ അളവ് നമുക്ക് ലാഭത്തിലേക്ക് വരും, അടുത്ത പോർഷൻ വിളമ്പുന്നതിലേക്ക് കിട്ടും, ഇല്ലേ? കസ്റ്റമർക്ക് ഫാസ്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടും, കസ്റ്റമർ കൂടുതൽ ഫുഡ് കഴിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കസ്റ്റമർ കൂടുതൽ ആളുകളോട് ഈ സർവീസിനെ കുറിച്ച് പറയാൻ തുടങ്ങും, കൂടുതൽ ആളുകൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യും. പിന്നെ സെയിൽസ് SOPകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്സെല്ലും ക്രോസ് സെല്ലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് വർദ്ധിക്കാനും റവന്യൂ വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
ഒരു SOP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് കിട്ടണം. ഇത്രയും കാര്യം കിട്ടിയാൽ പോരെ ഒരു റെസ്റ്റോറൻറ്റ് വിജയിക്കാൻ വേണ്ടിയിട്ട്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ പോരെ? ഒരു ബിസിനസ് ഉടമ ഫ്രീ ആയി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസിനെ പുറത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ട് അതിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു SOP ഉണ്ടായാൽ പോരെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റിയിൽ നല്ല സർവീസ് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള SOPകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള, ഇമ്മീഡിയറ്റ്ലി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ SOP ഇല്ലാതെ നിങ്ങൾ എത്ര കാലം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നോ അത്രയും കാലം നിങ്ങൾ സ്ട്രഗ്ലിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കും. SOPകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് എന്താവും? കൂടുതൽ ഫ്രീഡം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളെ ജീവനക്കാർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരെ, ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല, അവരെപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് പിന്നെ ആത്മാർത്ഥതയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ളതിനുള്ള കാരണം നിങ്ങൾ കണ്ടെത്തും SOP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. ആ കാരണത്തെ നമ്മൾ പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ജോലി ചെയ്യും. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പല ആളുകളും ഷിഫ്റ്റിൽ വരുന്ന സമയത്ത്, ഓരോ ഷിഫ്റ്റും വരുന്ന സമയത്ത് 5 മിനിറ്റും 10 മിനിറ്റും അരമണിക്കൂറും ലേറ്റ് ആയിട്ട് വരുന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പൊ SOP ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആരംഭിക്കുമ്പോൾ തന്നെ അവരുടെ ജോലികൾ ആരംഭിക്കും അവിടെ. അപ്പൊ അവർ കൃത്യമായിട്ട് ആ ടൈമിന് അവിടെ എത്തേണ്ടി വരും എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. മറ്റത് അതില്ല. കാരണം അവർ 10 മിനിറ്റ് നേരം വൈകിയാലും ഞാൻ ചെയ്തില്ല മറ്റോൾ ചെയ്തോളും എന്നുള്ളതാണ് അവിടെ ഓർക്കുക. അതേസമയം അവരുടെ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് SOP അവിടെ കാണിച്ചു കൊടുക്കുക അവർക്ക്. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യും. കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് അതിനോട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളായിട്ട് മാറും അവർ. അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അത് അവർക്ക് ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ഓക്കെ, 1 മിനിറ്റ്. ഒരു കമന്റ് ചോദിച്ചിരിക്കുന്നത്, മിസ്റ്റർ ഷംസീൽ സുബൈർ, SOP എങ്ങനെ സെറ്റ് ചെയ്യാം അതുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, SOP സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവുക? പർച്ചേസ് ഉണ്ടാവും, സ്റ്റോർ ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഉണ്ടാവും, അതേപോലെ കസ്റ്റമർ സർവീസ് ഉണ്ടാവും, അതേപോലെ നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ, അപ്പോൾ അഥവാ ബില്ലിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടേഴ്സ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കിച്ചൺ എടുക്കാം. കിച്ചൺ എടുക്കുമ്പോൾ എങ്ങനെയാ? കിച്ചണിൽ നിന്ന് ഒരു ഉൽപ്പന്നം ബിരിയാണി നിർമ്മിക്കേണ്ടതുണ്ട് അല്ലേ? ബിരിയാണി ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ബിരിയാണി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം, ഇൻഗ്രീഡിയൻസ് കിട്ടണം. അത് എവിടെ നിന്നാണ്? ഹോട്ടലിൻ്റെ സ്റ്റോറിൽ നിന്നാണ് കിച്ചണിലേക്ക് വരേണ്ടത്. അപ്പോൾ സ്റ്റോറിൽ നിന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഒരു ബാച്ചിൽ എത്ര ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് എത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതാണ് നമ്മളുടെ അളവ് അല്ലേ? സോറി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്റ്റോറിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത SOP ഉണ്ടാവും. ആ SOPനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് കോസ്റ്റ്, നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കൃത്യമായിട്ടുള്ള റെസിപ്പിയുടെ ഫുഡ് കോസ്റ്റ് നമുക്ക് കൃത്യമായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ രൂപത്തിലാണ് അതിൻ്റെ SOP എഴുതി വെച്ചിട്ടുണ്ടാവുക. അതിനുശേഷം അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം, അതിൻ്റെ ടൈം എങ്ങനെയാണ് വരിക? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫുഡ് പ്രിപ്പറേഷൻ്റെ ഒരു SOP കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ
കിട്ടും. ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ഒറ്റ മിനിറ്റ്. ഇതൊരു ഫുഡ് പ്രിപ്പറേഷൻ ഗൈഡ് ലൈൻ ആണ്, SOPs ആണ്. ഇതൊരു നോർമൽ കണ്ടീഷനിൽ തയ്യാറാക്കിയതാണ്, ഒരു പ്രത്യേക ഫുഡിന് വേണ്ടി തയ്യാറാക്കിയതല്ല. ഒരു കിച്ചണിൽ ഒരു ഫുഡ് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ്. രണ്ടാമതായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ. നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന ഫുഡുകളൊക്കെ എത്ര ടെമ്പറേച്ചറിൽ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ക്രോസ് കണ്ടമിനേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം മീറ്റും അതേപോലെ വെജിറ്റബിളും ഒക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ആളുകൾക്ക് പോയ്സൺസ് കയറും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർലി അത് തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഗ്രീഡിയൻസ് പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ്, ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. കുക്കിംഗ് പ്രസൻറ്റേഷൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്, ഫുഡ് അലർജീസ് ഉണ്ടാവുന്ന ഇതിന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ ബിഫോർ സർവീസ്, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സ്പോയിലേജ്, കാരണം അതിൽ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അത്രയും കാര്യങ്ങളാണ് ഒരു ഫുഡ് പ്രിപ്പറേഷൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡുകൾ. ഇതൊരു SOPയുടെ ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനാണ്. ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു SOP സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു നല്ല ഐസായി കിടക്കുന്ന ഒരു മീറ്റ് എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ നല്ല ഐസായി കിടക്കുന്ന ഒരു ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഐസിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കും, ഇല്ലേ? അപ്പോൾ അത് എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് സെയിൽ നടക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ SOP പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫുഡ് പ്രിപ്പറേഷൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളിലൂടെ നമ്മൾ എഴുതി വെക്കും. ഇങ്ങനെയാണ് SOPകൾ സെറ്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓരോ പ്രോസസ്സുകളും, നിങ്ങൾ ഇനി എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ പ്രോസസ്സുകളും കൃത്യമായിട്ട് SOPsൽ എഴുതി വെക്കും. അത് ആരൊക്കെയാണ് ആ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതും. ആരൊക്കെയാണ് ആ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആവുന്നത്, അതിൽ ചിലപ്പം നിങ്ങളുടെ ഹെൽപ്പർ ഇൻവോൾവ് ആവുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു കുക്ക് ഇൻവോൾവ് ആവുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു സോസ് ഷെഫ് ഇൻവോൾവ് ആവുന്നുണ്ടാവും, ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫ് ഇൻവോൾവ് ആവുന്നുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഇത്രയും ആളുകൾ, അല്ലെ 2 കുക്കുകൾ അഡീഷണലി ഇൻവോൾവ് ആവുന്നുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആരൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പറയാം. ഇതിൽ ചെയ്യുന്ന ഓരോ ജോലികളും ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്, ആരൊക്കെയാണ് അത് ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് SOPയിൽ പറയും. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടാണ് ഈ SOPകൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു SOPയോട് ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടും. ഇതൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട SOPയാണ്. ഇത് നോക്കൂ, ഈ SOP ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെയിലി ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റീരിയർ എൻട്രി വേ സെറ്റപ്പ്, റെസ്റ്റോറൻറ്റ് സെറ്റപ്പ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? ഫ്രണ്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ സെറ്റപ്പ്. ഡൈനിങ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇൻസ്പെക്ട് ദ ഡൈനിങ് ഏരിയ, ടേബിൾ സെറ്റിങ്സ്, ഹോസ്റ്റസ് സ്റ്റേഷൻ, കാരണം അവിടെ ആരൊക്കെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കേണ്ട ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ POS സിസ്റ്റം, അതേപോലെ തന്നെ ബാർ ഉള്ളതാണ് ബാർ ഏരിയ. ഓക്കെ. പിന്നെ ബാക്ക് ഹൗസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിച്ചൺ എക്യുപ്മെന്റ്സ്, സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ്, പ്രിപ്പറേഷൻ ഇൻഗ്രീഡിയൻസ്, ചെക്ക് ക്ലീനിങ് സ്റ്റേഷൻസ്, ടെമ്പറേച്ചർ ചെക്ക്. ഓക്കെ. പിന്നെ സ്റ്റാഫിൻ്റെ ബ്രീഫിങ്, അല്ലേ? ഡൈനിങ് ഏരിയയിലാണെങ്കിൽ സ്റ്റാഫിൻ്റെ ബ്രീഫിങ് രാവിലെ നടക്കും, നിങ്ങൾക്ക് അറിയാം. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പുതിയ നമ്മൾ സ്പെഷ്യൽ മെനു സെല് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രീഫിങ് കൊടുക്കും. ഓക്കെ. ക്ലോസിംഗ് പ്രൊസീജിയറിലേക്ക് പോകുമ്പോഴും ഇതേപോലെ ഓരോ
കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ് നമ്മൾ ക്ലോസിംഗ് പ്രൊസീജിയേഴ്സിലേക്കും പോവുക. അപ്പൊ ഇത് നടന്നു കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ്? രാവിലെ ഒരു കസ്റ്റമർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അയാൾക്ക് കൃത്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും. അയാൾക്ക് കൃത്യ ടൈമിൽ ഫുഡ് അയാളുടെ മുമ്പിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഈ പറയുന്ന സർവീസുകൾ ഡിലേ ആവുന്നതും കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോകുന്നതും നമ്മളുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നതും പല ഫുഡുകളും വേസ്റ്റേജ് ആയി പോകുന്നതും ഒക്കെ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അരമണിക്കൂറായിരുന്നു പ്രതീക്ഷിച്ചത്, കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയാണ്: നിങ്ങൾ റെസ്റ്റോറൻറ്റ് വിജയിക്കുന്ന ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് ആളുകളുടെ അവർ നന്നായിട്ട് ജോലി ചെയ്തു എന്നതുകൊണ്ടോ മാത്രമൊന്നുമല്ല റെസ്റ്റോറൻറ്റുകൾ വിജയിക്കുന്നത്. അവിടെയുള്ള സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റ് വിജയിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള SOPകൾ നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ SOP ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ ടാസ്ക് ഒന്നുമല്ല, കുറച്ച് പ്രയാസമുള്ള ടാസ്ക്കാണ്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരേണ്ടതുണ്ടെന്നുള്ള കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് വേണം SOPകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. SOPകൾ പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളും താളം തെറ്റും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലിനെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ SOPകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വൺ ടൈം നിങ്ങളൊരു SOP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്ഡേഷൻസാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഈ SOPനെ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങളുടെ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത മറ്റ് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.